Hi everyone, Module 3 AC Fundamentals. അതിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. എങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മളെപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എ സി ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. നമ്മളുടെ വീട്ടിലെ ഫാനിൽ, ബൾബ്, വാട്ടർ എല്ലാത്തിലും നമുക്ക് വരുന്നത് ഒരു ഓൾട്ടർനേറ്റിംഗ് എ സി ആണ്, ഡി സി അല്ല, ഡയറക്റ്റ് കറണ്ട് അല്ല. അപ്പോൾ ഈ എ സി എങ്ങനെ ജനറേറ്റ് ആവുന്നു, ഇത് എ സി എങ്ങനെ ഉണ്ടാവുന്നു, ഡി സി എങ്ങനെ ഉണ്ടാവുന്നു, അതിൽ എ സി എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എ സി ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി സ്കൂൾസിലെല്ലാം പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. നമുക്കൊന്നുകൂടെ ഓർക്കാം. ഒരു സിംഗിൾ ടേൺ കോയിൽ in the form of a rectangle shape is rotated with constant angular velocity in a uniform magnetic field. With the axis of rotation being perpendicular to the magnetic lines of force. എന്ന് വെച്ചാൽ നമ്മൾ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും വെച്ചിട്ടുണ്ട്. അപ്പോൾ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളും കൂടി എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ആക്കിയിട്ടുള്ള ഒരു സിംഗിൾ കോയിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ, ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യുകയാണ്, അതിൻ്റെ ആ ഫീൽഡിൻ്റെ അകത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്താൽ അത് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ലൈൻസിൻ്റെ പാരലൽ ആയിട്ടല്ല, പെർപെൻഡിക്കുലർ, അത് കട്ട് ചെയ്യണം. ആ ഫ്ലക്സിനെ, മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോയിൽസ് ആംഗിൾ തീറ്റയിൽ ഇരിക്കുകയാണെങ്കിൽ വിത്ത് എ വെലോസിറ്റി വി ആണ് അതിൻ്റെ ലീനിയർ വെലോസിറ്റി എന്നുണ്ടെങ്കിൽ we can write v is equal to sin omega t. A linear velocity will be v sin omega t or sin theta. അപ്പോൾ flux cut per second can be written as blv sin theta or blv sin omega t, where L is the length of the coil side. കോയിൽ സൈഡ് എന്ന് പറഞ്ഞാൽ ആ ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഭാഗം. ആൻഡ് ബി ഇസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി, യൂണിറ്റ് ഇസ് ടെസ്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ ജനറേറ്റഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ബി എൽ വി സൈൻ ഒമേഗ ടി. ഇപ്പോൾ ബി എൽ വി സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഒരു കോയിൽ സൈഡിലായിരുന്നു. രണ്ട് സൈഡിലും ഓരോ കോയിൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര കോയിൽസ് ഉണ്ട്? രണ്ട് കോയിൽസ് ഉണ്ട്, രണ്ട് കോയിൽ സൈഡ്സ് ഉണ്ട്. രണ്ട് കോയിൽ സൈഡ്സ് കൂടിയിട്ടാണ് ഒരു കോയിലാവുന്നത്. ഒരു കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെക്റ്റാങ്കുലർ ഷേപ്പിൻ്റെ രണ്ട് കോയിൽ സൈഡ്സ് കൂടിയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു റിംഗ് പോലെ ആയിരിക്കില്ലേ, ആ ഒരു റിങ്ങിനെയാണ് കോയിൽ എന്ന് വിളിക്കുന്നത്. അതിന് രണ്ട് റെക്റ്റാങ്കുലർ ഷേപ്പ് ആകുമ്പം രണ്ട് ലെങ്ത് സൈഡ്സ് ഉണ്ടാവും. ആ രണ്ട് ലെങ്ത് സൈഡ്സ് കൂടിയിട്ടാണ് ഒരു കോയിലാവുന്നത്. സോ ഒരു കോയിൽ സൈഡിൽ ബി എൽ വി സൈൻ ഒമേഗ ടി ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത കോയിൽ സൈഡിൽ നമുക്ക് ബി എൽ വി സൈൻ ഒമേഗ ടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രണ്ട് കോയിൽ സൈഡ്സ് കൂടി ഒരു കോയിലാവുന്നത് കൊണ്ടാണ് 2BLV സൈൻ ഒമേഗ ടി ഓർ 2BLV സൈൻ തീറ്റ എന്ന് വരുന്നത്. അപ്പോൾ അതിൽ വി ഈക്വൽ ടു ഒമേഗ ആർ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. വെലോസിറ്റി വി, അതിൽ വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു ഒമേഗ ആർ. ഒമേഗ ഇസ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദി path. അപ്പോൾ E equal to 2BLR omega sin theta or sin omega t, where the maximum flux will be theta is equal to എത്രയാവുമ്പോഴാണ് മാക്സിമം ഫ്ലക്സ് കിട്ടുക? 0 എന്ന് പറയുന്നത് മിനിമം ഫ്ലക്സ് ആണ്. മാക്സിമം ഫ്ലക്സ് എന്ന് പറയുന്നത് 2BLR. And we can write E is equal to 5 omega sin theta and EM is the induced EMF equal to 5 omega, where EM is the maximum value of induced EMF. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സ്മോൾ ലെറ്റർ ഇ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, alternating voltage is equal to maximum value of voltage into sin omega t, where omega t is the angular position of the coil at an instant. ഇപ്പോൾ നമുക്ക് എഴുതാം E equal to EM sin omega t.
അതുപോലെ നമുക്ക് എഴുതാം കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഐ, സ്മോൾ ലെറ്റർ ഐ, ഇൻഡ്യൂസ്ഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഐ ഇസ് ഈക്വൽ ടു IM സൈൻ ഒമേഗ ടി. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഈ ഓൾട്ടർനേറ്റിംഗ് വേവ്. അത് EMF ആണെങ്കിൽ ആയിരിക്കും അതിൻ്റെ EM ആയിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ. കറണ്ട് ആണെങ്കിൽ IM ആയിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ. പിന്നെ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 0 to 360 ഡിഗ്രി ആയിരിക്കും ഒരു സൈക്കിൾ. ആ ഒരു സൈക്കിളിൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് 0 to π ആയിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് π to 2π ആയിരിക്കും. ഓക്കെ, ഇനി കുറച്ച് ടേംസ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം വാല്യൂ കാണാം. EM എന്ന് പറയുന്നത് π/2. π/2 ഇസ് 90 ഡിഗ്രി. 180 ഡിഗ്രിയാണ് π എന്ന് പറയുന്നത്. 2π എന്ന് പറയുന്നത് 360 ആണ്. അതിൻ്റെ പൈൻ്റെ ഹാഫാണ് π/2. അവിടെയാണ് മാക്സിമം പീക്ക് ഉണ്ടാകുന്നത്. ആ മാക്സിമം പീക്ക് ഉണ്ടാകുന്ന വാല്യൂ ഇസ് EM. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ്. സൈക്കിൾ, വാട്ട് ഇസ് എ സൈക്കിൾ? ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് എൻ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഇസ് കോൾഡ് എ സൈക്കിൾ. ഇപ്പം നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ ഒരു സിനുസോയിഡൽ വേവ് ആണ്, ഒരു സൈൻ വേവ് ആണ്. ഇതുപോലെ കൊസൈൻ വേവ് ഉണ്ട്, സ്ക്വയർ വേവ് ഓൾട്ടർനേറ്റിംഗ് ഉണ്ടാവാം, ട്രയാങ്കുലർ വേവ് ഉണ്ടാക്കാം ഓൾട്ടർനേറ്റിംഗ് വാല്യൂ, ട്രപ്പിസോയിഡൽ വേവ് ഉണ്ടാക്കാം ഓൾട്ടർനേറ്റിംഗ് ആയിട്ട്, സോ ടൂത്ത് ഉണ്ടാക്കാം ഓൾട്ടർനേറ്റിംഗ് ആയിട്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് കാണും. ഓൾട്ടർനേറ്റിംഗ് ജസ്റ്റ് മീൻസ് എ പോസിറ്റീവ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും കൂടിയിട്ടുള്ള ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിനൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടിയിട്ടുണ്ടാവുന്ന ഒരു കംപ്ലീറ്റ് സെറ്റിനെയാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി പീരിയോഡിക് ടൈം അങ്ങനെ ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന വൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ദ ടൈം ടേക്കൺ ബൈ വൺ സൈക്കിൾ ഇസ് നോൺ ആസ് എ ടൈം പീരീഡ് ഓർ എ പീരിയോഡിക് ടൈം. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു 1/frequency. And what is frequency? Frequency is the number of cycles completed in 1 second is called the frequency of an alternating quantity. Unit of frequency is hertz or cycles per second. അപ്പോൾ നമ്പർ ഓഫ് സൈക്കിൾസ് കംപ്ലീറ്റഡ് ഇൻ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്പർ ഓഫ് സൈക്കിൾസിനെയാണ് നമ്മളൊരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് വരുന്നുണ്ട് ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് കറണ്ടിലും വോൾട്ടേജും? നമുക്ക് വീട്ടിൽ കിട്ടുന്ന കറണ്ട് വോൾട്ടേജിലും 50 സൈക്കിൾസ് ഉണ്ടാവുന്നുണ്ട്. 50 സൈക്കിൾസ് ഉണ്ടാവുന്നുണ്ട് ഒരു സെക്കൻഡിൽ. ദാറ്റ് ഈസ് ഒരു സെക്കൻഡിൽ നമുക്ക് 50 സൈക്കിൾസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ 50 ഹെർട്സ് എന്ന് വിളിക്കുന്നത്. ഇനി ആംപ്ലിറ്റ്യൂഡ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാക്സിമം പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് peak value, maximum value, amplitude. Any the average value of an alternating current or voltage of an alternating wave shape is the arithmetic mean of coordinates at equal intervals over a half cycle of wave. I average എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I average is equal to current ആണെന്നുണ്ടെങ്കിൽ I average, വോൾട്ടേജ് ആണെങ്കിൽ വി ആവറേജ്. അപ്പോൾ I average is equal to ഏരിയ അണ്ടർ ദ കർവ് ബൈ പൈ. അത് സൈൻ ആയതുകൊണ്ട് സൈൻ വേവിൻ്റെ കേസ് ആണെങ്കിൽ പൈ ആണ്. എത്രയാണോ അതിൻ്റെ ഹാഫ് സൈക്കിളിൻ്റെ ടൈം പീരിയഡ്, ഹാഫ് ടൈം T/2, ക്യാപിറ്റൽ T എന്ന് പറയുന്നതാണ് ടൈം പീരിയഡ് എന്നുണ്ടെങ്കിൽ T/2. അപ്പോൾ ഏരിയ ബൈ T/2. നെക്സ്റ്റ് ഇസ് RMS വാല്യൂ. RMS value of an alternating current may be defined as the value of DC current which when flows through a given resistance produces the same amount of heat as the produced by AC passing through the same resistance for the same time. IRMS is equal to integral of 0 to pi I square dt. It is ഒരു ടേം അവിടെ മിസ്സിംഗ് ഉണ്ട്. ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് 1/t ഇൻ്റഗ്രൽ ഓഫ് 0 to t I square dt എന്നാണ്. ഒരു 1/t എന്ന് പറയുന്ന ഒരു ടേം അവിടെ മിസ്സിംഗ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് RMS ടു ആവറേജ് വാല്യൂ. ഫോർ സൈൻ വേവ് ഇറ്റ് ഈസ് 1.11. നെക്സ്റ്റ് ഇസ് പീക്ക് ഫാക്ടർ. പീക്ക് ഫാക്ടർ ഇസ് മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ. ഇവിടെ നമുക്ക് പ്രോബ്ലംസ് വരാറുള്ളത് വേവ് ഫോം തന്നിട്ട് RMS, ആവറേജ് ആൻഡ് ഫോം ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പിന്നെ ഡെഫിനേഷൻസ് ചോദിക്കുകയാണെങ്കിൽ പീരിയഡ്, ഫ്രീക്വൻസി ആൻഡ് സൈക്കിൾ
ഇതിൻ്റെയൊക്കെ ചോദിക്കാറുള്ളൂ. നെക്സ്റ്റ് ഇസ് ഫേസ് ഡിഫറൻസ്. ഫേസ് ഡിഫറൻസ് എന്താണെന്നും ഫേസ് ആംഗിൾ എന്താണെന്നും പവർ ഫാക്ടർ എന്താണെന്നും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡെഫിനിഷൻസ് വരുന്നുണ്ട്. ഫേസ് ഡിഫറൻസ് ഇസ് ദ ഡിഫറൻസ് ഇൻ ആംഗിൾ ബിറ്റ്വീൻ ടു വേവ്സ്. കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ്, ഏതിൻ്റെങ്കിലും കറണ്ടും വോൾട്ടേജും തമ്മിലാവാം, വോൾട്ടേജും തമ്മിലാവാം, കറണ്ടും തമ്മിലാവാം. അത് തമ്മിലുള്ള ആംഗുലാർ ഡിഫറൻസ്. പക്ഷെ അതിനെന്തുണ്ടാവണം? ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.